RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ പോകുന്ന സമയം ട്രാൻസ്ഫർ വിൻഡോ. അപ്പോൾ ഒരുപാട് റൂമറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു റൂമറുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ക്ലബ് വേൾഡ് കപ്പിനായിട്ട് ഒരേ ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പറയുമ്പോൾ തന്നെ രോമൊക്കെ എണീറ്റ് നിൽക്കാം. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. എന്താ പറഞ്ഞാൽ വ്യക്തവൈരികളും രണ്ട് ചേരിയിൽ നിൽക്കുന്ന ഫാൻസുകാരുമാണ്. ഇവര് രണ്ടുപേരും ഒരേ ടീമിന് വേണ്ടിയിട്ട് ചേർപ്പ് വിളിക്കാം, അതേപോലെ ഒരേ ടീമിന് വേണ്ടിയിട്ട് കളി കാണാം. എന്താണല്ലേ അതിൻ്റെ ഒരു അവസ്ഥ? ഇപ്പോൾ അർജന്റീനയും പോർച്ചുഗലിലാണെങ്കിൽ രണ്ട് ടീമിൽ, അതേപോലെ റയലിലും ബാഴ്സലോണയിലും ആണെങ്കിലും ഇവര് രണ്ട് ടീമിൽ. അപ്പോൾ എപ്പോഴും ഫൈറ്റിംഗ് ആണ് ഫാൻസുകാർ തമ്മിൽ. ഇവര് തമ്മിലൊരു ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ട് സത്യമായിട്ട് അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു മെസ്സി ഫാൻസിനും ഒരു ക്രിസ്ത്യാനോ ഫാൻസിനും ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം കേട്ടോ കമന്റ് ബോക്സിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം കാലം അങ്ങനെ ഒരു കളി വരികയാണെങ്കിൽ, ഇപ്പോൾ ഇന്റർ മിയാമിയിൽ കളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അൽ നസറിൽ നിന്ന് എന്തായാലും ഈ സീസണോടുകൂടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ പറയുന്നത് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി സൗദിയിൽ തന്നെ അൽ ഹിലാലിൽ തുടരോ അതോ വേറെ വല്ല ക്ലബുകളിലേക്ക് പോവോ, യൂറോപ്പിലേക്ക് വരുമോ, അതോ മെസ്സിയുടെ ഇന്റർ മിയാമിയിലേക്ക്. എന്നാൽ ബെക്കാം അവിടെ ഉണ്ട്, ഡേവിഡ് ബെക്കാം ഉള്ളത് കൊണ്ട് അങ്ങനൊരു പോസിബിലിറ്റി കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ മെസ്സി അസിസ്റ്റ് ചെയ്തിട്ട് റൊണാൾഡോ ഗോൾ അടിക്കുന്നു, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് വേറൊരു വൈബ് തന്നെ ആയിരിക്കും, അതും ക്ലബ് വേൾഡ് കപ്പിൽ. ഇവര് രണ്ടാളും കളിക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു. എന്താ പറഞ്ഞാൽ ഇത്ര കാലവും ലീഗിനെയും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ നടത്തിയ രണ്ട് പ്ലേയേഴ്സിന്റെ ആരാധകർ, അത് ഫുട്ബോൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് പ്ലേയേഴ്സിന്റെ, ഒരു സൈഡ് മെസ്സി ആണെങ്കിൽ ഒരു സൈഡ് റൊണാൾഡോ. ഇവർ രണ്ടാളും ഒരു ടീമിൽ, അതിന്റെ ഒപ്പം തന്നെ സുവാരസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവില്ലേ കളി? അപ്പൊ അങ്ങനെ ഒരു കളി വരികയാണെങ്കിൽ, ഇപ്പോൾ ഇന്റർ മിയാമിന്റെയും അതേപോലെ അൽ ഹിലാലിന്റെ കളിയൊന്നും ഫോളോ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി ഫാൻസ് ആയിക്കോട്ടെ ഈ ടൈമിങ്ങിന്റെ കാര്യങ്ങൾ കൊണ്ട് ചില ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അത്രയും കടുത്ത ഫാൻസ് ആണ് ഇങ്ങനെ ഇരുന്ന് മെസ്സിയുടെ കളിയും കാണുന്നുണ്ടാവും, അതേപോലെ റൊണാൾഡോന്റെ കളി അൽ ഹിലാൽ അൽ നസറിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് സാധാരണ ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയ്ക്ക്, നോർമലായിട്ടൊരു ഫുട്ബോൾ ഫാൻ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു കളി വന്നു കഴിഞ്ഞാൽ എന്തായാലും എത്ര രാത്രിയാണെങ്കിലും കാണും. എന്താ പറഞ്ഞാൽ അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചൊരു കാര്യം നടക്കുമ്പോൾ അത് അടിപൊളിയാവില്ലേ? കരിയറിൽ ഇവർ ഒരുപാട് ട്രോഫികളും ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു മുഹൂർത്തം ഇപ്പോൾ ഓപ്പോസിറ്റ് കളിച്ചിട്ടുണ്ട്. പോർച്ചുഗലിലും അർജന്റീനയായിട്ട് കളി വന്നിട്ടുണ്ട്, അതുപോലെ റയൽ മഡ്രിഡും ബാഴ്സലോണയും കളി വന്നിട്ടുണ്ട്, ബാഴ്സലോണയും ജുവന്റസും കളി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കളികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടാളും ഒരേ മൈതാനത്ത് ഒരു ടീമിന് വേണ്ടി പന്ത് തട്ടിയിട്ട് മെസ്സിയുടെ അസിസ്റ്റിൽ റൊണാൾഡോ ഗോൾ അടിക്കുക, അല്ലെങ്കിൽ റൊണാൾഡോയുടെ അസിസ്റ്റിൽ മെസ്സി ഗോൾ അടിക്കുക. പൊളിയല്ലേ? എല്ലാവർക്കും ആഗ്രഹമില്ല അതിന്റെ കളി കാണാൻ. അതിന് ഫിഫ പ്രസിഡന്റ് തന്നെയാണ് ഇങ്ങനൊരു റൂമർ ഇറക്കിയത്. ഒരു റൊണാൾഡോ ക്ലബ് വേൾഡ് കപ്പിൽ ഒരു ടീമിന് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ അതിൽ ചാൻസ് ഉള്ള, ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കാൻ ചാൻസ് ഉള്ള ടീമുകളിൽ റൊണാൾഡോ പോകാനുള്ളത് അൽ ഹിലാലിലുണ്ട് ചാൻസ്, അതേപോലെ ഇന്റർ മിയാമിക്ക് ഉണ്ട് ചാൻസ്, പിന്നെ റയൽ മഡ്രിഡ് കളിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇത് നോക്കണം, ഏതിലേക്കാ പോസിബിലിറ്റി ഇപ്പോൾ രണ്ടെണ്ണമാണ്. ഒന്ന് അൽ ഹിലാൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്റർ മിയാമി മെസ്സിയുടെ കൂടെ. അപ്പൊ മെസ്സിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അത് കളിക്കാന്ന് പറഞ്ഞാൽ അത് വേറെ വൈബ് തന്നെ ആയിരിക്കില്ലേ അങ്ങനെ ഒരു കളി വരികയാണെങ്കിൽ? അപ്പോൾ കാത്തിരിക്കാം നമുക്ക് അങ്ങനെ റൂമർ സത്യമാവാൻ വേണ്ടിയിട്ട്. ചിലർക്ക് എതിർപ്പുണ്ടാവും, പക്ഷെ ഇത് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം കാലം ഫുട്ബോളിന്റെ സൗന്ദര്യം അതിൽ ഏറ്റവും അറ്റെന്ന് അറിയില്ലേ, അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൂവ്മെന്റ് കൂടി ഇവർ ഏകദേശം രണ്ടാളുടെ കരിയർ അവസാനത്തിൽ, അതിന്റെ ഏറെ കൂടി 1-2 സീസണും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു മൂവ്മെന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ, നെയ്മർ വരുന്നൊക്കെ ഇന്റർ മിയാമിക്ക് വരുന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ നെയ്മറും അതിന്റെ രണ്ടുപേരും ഈ ഒരു റൊണാൾഡോ മെസ്സി എന്ന് പറഞ്ഞാൽ അത് ഫാൻസിനിടയിലും ടീമുകൾക്കിടയിലും അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇവർ തമ്മിൽ. ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോട്ട് ആരാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റൊണാൾഡോ ഫാൻസ് റൊണാൾഡോനെ വിട്ടുകൊടുക്കില്ല, മെസ്സി ഫാൻസ് മെസ്സിനെ വിട്ടുകൊടുക്കില്ല. അപ്പോൾ സുന്ദരമായൊരു ഫുട്ബോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പാതിരാത്രിക്കായിരിക്കും കളി വരുന്നെങ്കിലും ഇങ്ങനൊരു കളി വരികയാണെങ്കിൽ ഇന്ന് കാണാൻ വേണ്ടി റെഡി ആയിക്കോളി. അപ്പോൾ ഈ ഒരു റൂമർ സത്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.